വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് ട്രിവാൻഡ്രത്തെ പ്രശസ്തമായ SK ഹോസ്പിറ്റൽ, അതെ, എല്ലാ സൗകര്യങ്ങളോടുകൂടിയ മികച്ച സേവനങ്ങളെല്ലാമുള്ള SK ഹോസ്പിറ്റൽ ഇന്നലെ വൈകിട്ട് 2 രോഗികളെ ഹാർട്ട് അറ്റാക്കുമായി അവിടെ ചെന്നു. അവരുടെ കൂടെയുള്ളവരെ കൊണ്ടു ചെന്നു. പക്ഷെ 5 മണിക്കൂറൊക്കെ ആയിട്ടും ഈ ഹോസ്പിറ്റലുകാരുടെ ഒരു രീതി, അനാസ്ഥ മൂലം തന്നെ രോഗികൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, രോഗികളെ കൊന്നു എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ വിശ്വസിച്ച് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ചെല്ലണ ഹോസ്പിറ്റലാണ്. അതും കുറച്ച് 5-10 കൂടിയാലും കുഴപ്പമില്ല. നല്ല സേവനങ്ങളും നല്ല എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉള്ള ഈ ഹോസ്പിറ്റലിലേക്ക് ഓടി നമ്മൾ ആ ഡോക്ടേഴ്സിലും അവിടെയുള്ളവരെയും വിശ്വാസം അർപ്പിച്ച് ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള മോശാനുഭവങ്ങൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അവരൊന്നും ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്ന അത്രയ്ക്ക് വലിയൊരു സീരിയസ് അല്ലാതെ എല്ലാം ഇരുന്നിരുന്ന ആളുകൾ അവരുടെ ഒരു അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. എന്തായാലും SK ഹോസ്പിറ്റലിലേക്ക് മീഡിയാസിനെ ഒന്നും ആരും കടത്തിവിടാത്ത ഒരു സാഹചര്യമായിരുന്നു. അവര് ഒന്നിനോട് പ്രതികരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും റെഡിയല്ലായിരുന്നു. എന്തായാലും അവരുടെ ബന്ധുക്കളുമായി, ഈ പേഷ്യൻസിന്റെ ബന്ധുക്കളുമായുള്ള സംസാരമാണ് ഇന്നത്തെ ഒരു ടോക്ക്. നമുക്ക് നേരെ ടോക്കിലേക്ക് പോകാം. പുള്ളിക്കാരുടെ നെഞ്ചുവേദനായിട്ട് ഇവിടെ വന്നു. ഇവിടെ ട്രീറ്റ്മെന്റിന് കയറ്റി. ഇവർ ആദ്യം പറഞ്ഞു മൈനർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു മേജർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവർ ആദ്യം ബേസിക്കലി പറഞ്ഞ. എന്നിട്ട് പേഷ്യന്റിനകത്ത് കയറ്റി അവർ ബ്ലഡ് ഇവിടെ ആൻജിയോഗ്രാം ചെയ്യുന്ന മിഷൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യുന്ന മിഷൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ശരിയാക്കാൻ ഇന്ന് രാവിലെ ശരിയായി കിട്ടത്തുള്ളൂ, ഇന്ന് രാവിലെ 10 മണിക്ക് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഒരു വിവരമില്ല. ബ്ലഡ് ക്ലോട്ടായത് മാറാൻ മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. മെഡിസിൻ കൊടുക്കാന്ന് പറഞ്ഞ് പേഷ്യന്റിന് ഒരു അപ്ഡേറ്റ്സ് ഇല്ല. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഞാൻ ഇവിടെ വരുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ഇവിടെ 8 മണിക്ക് പറഞ്ഞാണ്. ഇന്ന് രാവിലെ 10 മണി വരെ ഇരുന്നിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല. ഈ കാര്യത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇല്ല. അതായത് ഇതിന്റെ അകത്ത് ഒരു ഡോക്ടറോ നേഴ്സോ ആരുമില്ല. റിപ്പോർട്ട് ഒരു സെക്യൂരിറ്റി മാത്രമുണ്ട്. പുള്ളിക്കാരൻ അവിടെ ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പുള്ളിക്കാരൻ അപ്പുറം ഒന്നും പറയുന്നില്ല ഇതിന്റെ അകത്ത്. എത്ര വയസ്സുണ്ടായിരുന്നു ഈ പേഷ്യന്റിന്? 53 വയസ്സുണ്ടായിരുന്നു. ഫസ്റ്റ് ഇതാണ്. ഇവിടെ നിന്ന് ഇവിടുത്തെ റിപ്പോർട്ട് എടുത്ത് പുറത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരന്റെ മരുമോൾ കഴിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് അറ്റാക്ക് ആണെന്നാണ്. എന്നിട്ട് ഇവിടുത്തെ രാവിലെ ഇവിടുത്തെ ഡോക്ടർമാർ വന്നിട്ട് ഈ പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, പർട്ടിക്കുലർ ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരനെ ഇന്നലെ അവരുടെ ഈ വന്ന ബൈസ്റ്റാൻഡർ കണ്ടതല്ലാതെ ഇന്നത്തെ ദിവസം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പറഞ്ഞ പോലെ ഒരാള് അങ്ങനെ മരണപ്പെട്ടു, മറ്റൊരാള് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവര് കൂടെയുള്ളവർ തന്നെ പറയുന്നത് മരിച്ചു കാണും. ഇവരത് പറയാതെയാണ് അവര് ഈ പറയുന്ന വെന്റിലേറ്റർ എല്ലാം കൊണ്ടിരുത്തി ചുമ്മാ അത് ഇത് മറ്റേത് കുറച്ച് സീരിയസ്നെസ് ഒക്കെ ഒരു ആംബിയൻസ് ഒക്കെ ഇത് ചെയ്ത് എന്തൊക്കെയോ ആക്കി കൂട്ടുന്നതാണ്. അവൻ മരിച്ചു കാണും എന്ന രീതിയിലൊക്കെയാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവരുമ്പോ അത്ര വലിയൊരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അവരുടെ ഒരു വീഴ്ച തന്നെയാണ്, നോട്ടത്തിലുള്ള ഒരു വീഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് എത്തിക്കുന്നത് എന്ന് പോലും ഇവര് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ പോയതാണ്. പുള്ളിക്ക് അവിടെ പോയപ്പോൾ ഓക്സിജൻ കുറവായിരുന്നു. പുള്ളിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അറ്റാക്ക്, ആ സമയത്ത് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. 2 ടെസ്റ്റും പോസിറ്റീവാണ്. അപ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, നിങ്ങൾ SK ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിൽ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു ചിത്ര ഹോസ്പിറ്റലിൽ ശ്രീ ചിത്രയിൽ പോട്ടാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു വേണ്ട, SK ഹോസ്പിറ്റലിൽ പോയാൽ മതി, നമ്മളെ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടു. 1 മണി 1:30 അടുപ്പിച്ച് നമ്മളിവിടെ എത്തി. 1:30 തൊട്ട് പേഷ്യന്റിനെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റും ലഭിച്ചിട്ടില്ല. പേഷ്യന്റിനെ കൊണ്ട് കിടത്തിയിട്ട് പേഷ്യന്റ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എല്ലാം കാണിച്ചു. സീനിയർ ഡോക്ടറായ രാജേഷ് ഡോക്ടർ, കാർഡിയോയിലെ സീനിയർ ഡോക്ടറായ രാജേഷ് ഡോക്ടർ മൊബൈലിൽ അയച്ചു കൊടുത്തു. ആ ഡോക്ടറിന്റെ ജൂനിയർ അതെല്ലാം മൊബൈലിൽ അയച്ചു കൊടുത്തു. മൊബൈലിൽ അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോപരമായിട്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ ഒരു വിഷയമില്ല, നാളെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതിരുന്ന പേഷ്യന്റിനോട് 5.5 മണിക്കൂർ അതേപോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ 10 മിനിറ്റ് ഇടവെച്ച് പേഷ്യന്റിന്റെ റിയാക്ഷൻസ് മാറിക്കൊണ്ടിരുന്നു. പേഷ്യന്റ് ഫിക്സ് വരാൻ തുടങ്ങി, പേഷ്യന്റ് വായി നൊരയും പതയും വരാൻ തുടങ്ങി, പേഷ്യന്റ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ ഡോക്ടറിന് സംസാരിക്കുകയാണ്. കാഷ്വാലിറ്റി ഡോക്ടറിന് സംസാരിച്ചപ്പോൾ കാഷ്വാലിറ്റി ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കൊണ്ടുവരുന്നതാണ്, നിങ്ങളത് കാര്യമാക്കേണ്ട, മെഡിസിൻ കൊണ്ടുവരുന്നതാണ്. കാർഡിയോ ഡോക്ടർ എന്നിട്ട് ഇത് ക്രിട്ടിക്കലായി തുടങ്ങിയപ്പോൾ കാർഡിയോ ഡോക്ടർ കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ ഡോക്ടർ എത്തിയിട്ടില്ല,
എത്തും വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ കാർഡിയോ ഡോക്ടറെ തന്നെ വിളിക്കണം, നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമ്മളെ പറയുന്നതാണ്. 5 മണിക്കൂർ ആവാറായി 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? നിങ്ങൾ പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എങ്കിൽ പുള്ളിയെ ജീവൻ രക്ഷിക്കാം. നമ്മളത് കേട്ട് തിരിഞ്ഞതും പുള്ളി ബ്രീത്ത് ഔട്ടായി. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ വെന്റിലേറ്ററിലാണോ? 5:30 പുള്ളി ഡെത്തായി. ഇവർ പറഞ്ഞില്ല, വെളുപ്പിന് 5:30 പുള്ളി ഡെത്തായി. ആ പേഷ്യന്റിനെ എടുത്തുകൊണ്ട് ഇവർ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ ആൻജിയോഗ്രാം ചെയ്യാൻ പോയി. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ ആൻജിയോഗ്രാം ചെയ്യേണ്ടതാണ്. ഇവരുടെ മിഷൻ കംപ്ലൈന്റ് ആണെന്നാണ് ഇവർ പറഞ്ഞ മറുപടി. കാർഡിയോക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഇവരുടെ ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്ന് എടുത്തോണ്ട് പോയി. രാവിലെ എടുത്തോണ്ട് പോയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു സ്ക്രീന് കാണിച്ചു തന്നു. ഒരു വിഷയവുമില്ല. നമ്മൾ പറഞ്ഞു എൻ്റെ ഡിസ്ക് ഡ്രൈവ് തരാൻ പറഞ്ഞു, തന്നില്ല. ഇത്രയും നേരം ചികിത്സിച്ചതിന്റെ സമ്മർ തരാൻ പറഞ്ഞു, തന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ ഇവരൊരു മെഡിക്കൽ ബോർഡ് വിളിച്ച് ഒരു മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ അതിനോട്ട് വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. ഇവർ പറയുന്ന സകലമാന കാര്യവും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ആകെ ചോദിച്ച 2 ക്വസ്റ്റ്യൻ. ഒന്ന്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയ 4 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചത് അഖിലിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ഇവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തു, ഞങ്ങൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു ഈ 4 മണിക്കൂർ അഖിൽ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തില്ല. അതിനിടയ്ക്ക് എവിടെ നിന്നോ ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്ത്, ഞങ്ങൾ ആകെ ഫില്ല് ചെയ്ത് കൊടുത്ത പേപ്പർ എന്ന് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രം. വെന്റിലേഷനിലെ കൺസേൺ ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അവൻ എന്തൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നതിനുള്ള ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. അവസാനം ഇവിടുത്തെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് ശ്യാം എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു 4 മണിക്കൂർ ഞങ്ങൾ ആൻസർ നിങ്ങൾ തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് സ്പോട്ടിൽ വന്നു. അപ്പോൾ പോലീസ് എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇതാണ് അവസ്ഥ, ഡോക്ടറെ കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരേ ഒരു ചാൻസേ ഉള്ളൂ, എഡ്മോ ചെയ്യാം. എഡ്മോ ഇവിടെ ഇല്ല, കിംസിലും ഉണ്ട്, PRSലും ഉണ്ട്. നിങ്ങൾ ഈ ടൈമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ 1% ടൈമിൽ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും മാഡം? കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ് ഈ എഡ്മയിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉപയോഗമൊന്നുമില്ല, 2 ദിവസം കൂടെ കൂടുതൽ വരും. ഇപ്പോൾ അഖിലിന്റെ മരണവും കൺഫേം ആക്കി. അവർ കൺഫേം ആണ്, അത് പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം 1% പറയുന്നിടത്തും ഈ വെന്റിലേഷൻ മാറ്റിയ സാധ്യതയില്ല എന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് ചോദിച്ചു ഒരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ സാധ്യതയില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചു ഈ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇത്രയും നേരം കൊണ്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഉള്ള മീഡിയാസ് മൊത്തം നമ്മൾ വിളിക്കുകയാണ്. ഉള്ള മീഡിയാസിനെ മൊത്തം വിളിച്ച് ഒരു മീഡിയാസ് പോലും ഇവിടെ വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നോ ഒന്നുമില്ല. ഇടയ്ക്ക് മീഡിയാസ് വന്നപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ടിവിയുടെ വന്നു, അവരെ ഇവിടെ നാട്ടി ഓടിച്ച്, അവരെ ഇവിടെ നിങ്ങളോട് ആര് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഇറക്കി വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ മേഡത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ, ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മെഡിക്കൽ ഓഫീസർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വീഡിയോ വിളിച്ചോ, വിഷയമില്ല, പോലീസിനെ വിളിച്ചോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ. ആ പറഞ്ഞത് അയാളെ ദാഷ്ടുണ്ട്. കാരണം ഇവരെ എല്ലാം ഇവരുടെ കയ്യിലാണെന്നുള്ളതിനുള്ള 100% പറഞ്ഞു. ഞങ്ങൾ ആ വിഷമിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഒരു ഹോപ്പിൻ്റെ ഒരു വേടം അവർ പറഞ്ഞാൽ മതിയായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊന്ന് പരിശ്രമിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആ വേടിന് പേര് അവർ നമ്മളോട് പറഞ്ഞത്. ഇവർ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ പ്രസവിച്ചിട്ട്, എൻ്റെ ചേച്ചി കൊച്ചിനെ പ്രസവിച്ചിട്ട് 30 ദിവസമേ ആയുള്ളൂ. അവളുടെ പോയി ഞാൻ എന്ത് പറയും? അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും സന്തോഷം. കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയിൽ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അവര് എന്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. ഡോക്ടർമാര് നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് വെച്ചിട്ട് ബ്ലോക്ക് അല്ല, ഇത് വേണ്ട, ഇത് ബ്ലോക്ക് അല്ല, ഇതെന്തെന്നൊക്കെ TV കാണിച്ചിട്ട് ഇറങ്ങി.
അത് താഴെ വെച്ച് വന്നതിന് അവൻ കുറെ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നു. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് അവര് പറഞ്ഞിട്ട് പിന്നെ ICU കൊണ്ടുവന്നിട്ട് അവിടെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ICU കയറ്റിയിട്ട് നേരെ ഇവര് ഇപ്പോഴത്തെ റൂമിൽ കൊണ്ടുവന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ അവൻ നിലയിൽ ചെയ്തത്. പിന്നെ ബാക്കിയുള്ളവരാണ് നിന്ന് കുറെ നേരം അപ്പൊ എന്തിനും ഇവിടെ വന്നിരുന്നോളാം പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരാണ് കുറെ നേരം സംസാരിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തോന്ന് ഞാൻ പറയുന്നത് ഡോക്ടറോട് എന്തോന്നാണ് അസുഖം എന്ന് വെച്ചപ്പോഴത്തേക്ക് അത് ഹാർട്ടിനല്ല, എന്തിനാണ് അത് എന്തോന്ന് തെളിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ബാക്കിയൊന്നും പറഞ്ഞു തന്നാ മതി. ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണെന്ന് ചികിത്സാ ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എന്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നത് നല്ലപോലെ വന്നു. എന്റെ മക്കളാണ്. ആൻജിയോം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന ഒരു പേഷ്യൻസിനെ അവര് വെറുതെ ചുമ്മാ ഒന്നും ചെയ്യാതെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇവര് പറഞ്ഞ പോലെ അയാളെ കൊന്നു എന്ന് തന്നെ പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ 5:30 മരിച്ചു ഓൾറെഡി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ഇവരുടെ അടുത്ത് അത് റിവീൽ ചെയ്തിട്ടില്ല. പകരം ആ മരിച്ച രോഗിയെ എടുത്ത് വെന്റിലേറ്ററിൽ ഇടുകയും ഭയങ്കര കുറച്ച് സീരിയസ് ആണ്, 1% ഹോപ്പ് ഉണ്ട്, മറ്റേത് മറിച്ചത് എന്താ മരുന്ന് കൊടുക്കുന്നത്, എന്താണ് അപ്ഡേഷൻസ്, എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കണേ, ഇതൊന്നും ഈ പേഷ്യൻസിന്റെ കൂടെയുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഒന്നും അവര് സംസാരിക്കുന്നില്ല. വെന്റിലേറ്റർ ഇടാൻ്റെ കേസ് പോലും ഇവരുമായി പേഷ്യൻസിന്റെ കൂടെയുള്ളവരുമായി സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പുള്ളി 5:30 ഡെത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇവര് അറിയിച്ചിട്ടില്ല. ഇവര് ഇപ്പോഴും പോലീസ് കേസും കാര്യങ്ങളൊക്കെ മീഡിയാസിനെ എല്ലാവരും വിളിച്ചിട്ടും ഒറ്റ മീഡിയാസിനെ അതിന്റെ അകത്ത് കയറ്റാനോ ഒന്നിനും ഇവര് സമ്മതിക്കുന്നില്ല. കാരണം അവര് നിങ്ങൾക്ക് ചിലവ് ചെയ്തോ ഒന്നും പ്രശ്നമില്ല. കാരണം വലിയ ഹോസ്പിറ്റലാണ്, പേര് കേട്ടത്. മീഡിയാസ് ഒന്നും അങ്ങോട്ട് ചെല്ലാനോ കാര്യങ്ങൾക്ക് പോലും വലിയ ധൈര്യ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇനി ചെല്ലുന്നവരെ തന്നെ ഓടിച്ചു വിടാണ്. ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എനിക്കും പേഴ്സണലി നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ആൾക്കുണ്ടായ ഒരു സംഭവം ഞങ്ങൾക്കറിയാം. ഓൾറെഡി ഡെത്ത് കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും ആ കാര്യം പറയാതെ ഒരുപാട് സമയം ഈ പറയുന്ന വെന്റിലേറ്ററിൽ വെക്കുകയും അത് മാറ്റി കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് ഡോക്ടർ നമ്മളോട് പറയുമ്പോൾ നമ്മളത് മാറ്റാണ്ടിരിക്കണോടത്തോളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളവിടെ മാക്സിമം നിർത്തും അതിനു വേണ്ടി. പിന്നീട് അവിടെയുള്ള ഒരു മെയിൽ നേഴ്സ് നമുക്ക് അറിയുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ഡെത്തൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് കയറി. നമ്മളിപ്പോ കയറി അതിന്റെ ഉള്ളിലൂടെ കാണിച്ചാലും നമ്മൾ നേരിട്ട് കാണിച്ചാലും ഇത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുള്ളൂ, മറ്റൊരു കാര്യം അവർ പറയില്ല. അപ്പൊ നമ്മൾ അതിനെ പറ്റി കൂടുതൽ ബോധേഡാവൂല. അവിടെ ഉണ്ടായിരുന്നൊരു മെയിൽ നേഴ്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോലും അറിഞ്ഞത് പുള്ളിയുടെ ഡെത്തൊക്കെ നേരത്തെ കഴിഞ്ഞു, അത് അവര് പറയാതെ വെറുതെ ചുമ്മാ വെന്റിലേറ്ററിൽ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഒരു രീതിയിൽ. അപ്പൊ ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. മാക്സിമം രോഗി മരിച്ച അതിന്റെ കുറച്ച് കോലാഹലങ്ങൾ, കുറച്ച് സീരിയസ്നെസ് ആ ലാസ്റ്റ് നിമിഷത്തിൽ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ കുറച്ച് പൈസ തട്ടും ചെയ്യാം. അതല്ല അതുകൊണ്ട് ലാസ്റ്റ് എന്താ പറയാ സോറി എന്നൊരു വാക്ക് നമ്മളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നും പറഞ്ഞ് അത്രയും സീരിയസ് ആയി പെട്ടെന്ന് മരിച്ചു എന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു സംഭവമാണത്. ഈ മരിച്ചു കഴിഞ്ഞ രോഗീനെ പിന്നെയും ഈ പറഞ്ഞ വെന്റിലേറ്ററിൽ ഇടുകയും കുറച്ച് സീരിയസ്നെസ് കാണിക്കുകയും 1% ഹോപ്പ് ഉണ്ട്. ഈ 1% ഹോപ്പ് എന്ന് അവർ പറയുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് പോലീസ് വന്നപ്പോ പറയുമ്പോൾ ആ സാധനം എടുത്തു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരത് പറയുന്നത്. 1% ഹോപ്പുള്ള ആളെ ഇവിടെ നിന്ന് ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ഓൾറെഡി ഡെത്ത് അവരുടെ അറിവ് പ്രകാരം ഒരു 5-5:30 സമയത്ത് പുലർച്ചെ കഴിഞ്ഞതാണ്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകള് ജനങ്ങൾക്ക് വേണ്ടിയാണോ അതെ ആർക്ക് വേണ്ടിയാണ്? ഇവര് തീറ്റുപോറ്റുന്ന കുറച്ച് ആളുകൾക്ക്, അധികാരികൾക്ക് വേണ്ടിയാണോ? ഒന്നും ഒരു പിടി. നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസം അർപ്പിക്കുന്നതാണ് ഈ ഹോസ്പിറ്റൽ ജീവനക്കാര്, ഡോക്ടേഴ്സ്, എല്ലാ സൗകര്യങ്ങളിലും മികച്ച എല്ലാ സേവനങ്ങളും ഉണ്ട് എന്ന് വ്യാജേനയുള്ള ഓരോ ഹോസ്പിറ്റലുകളാണ് ഇതൊക്കെ, SK ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ പോലും ഇത് ആൻജിയോം ചെയ്യുന്ന മെഷീൻ കേടാണെന്ന് പറയാ.
അതായത് ഈ പറയുന്ന ഹാർട്ടുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടും ഇല്ല. കാരണം അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒഴുകി വരുന്ന സ്ഥലമാണ്. അപ്പൊ ഈ മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പൊ ഈ മരണത്തിന് ആര് ഉത്തരവാദിത്വം പറയും? കുവൈറ്റിലെ തീപിടുത്തത്തിലെ രോഗികളെ അന്വേഷിച്ചു പോയ ആരോഗ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകുമ്പോഴും അത് വലിയ ഹോസ്പിറ്റലുകളായതിന്റെ പേരിൽ അതിന്റെ നേരെ ശബ്ദം എടുക്കാതിരിക്കുകയും ചെറിയ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ സാധാരണക്കാർക്ക് നമ്മൾ ആരുടെ അടുത്താണ് പറയേണ്ടത്? നമ്മളൊരു അസുഖം വന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവനോടെ ഇരിക്കേണ്ടിയിരുന്ന ആളുകൾ ഇല്ലാതാവുന്നത് അവിടുത്തെ ഒരു ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും അവിടുത്തെ ഓരോ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അത് വേണ്ട സമയത്ത് വേണ്ട ചികിത്സയും കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്ത് ജീവനോടെ ഇരിക്കാവുന്ന കളിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ആന്റിയോം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കൂ. അവര് പോലും ശ്രീചിത്രയിൽ കൊണ്ടുപോട്ടെന്ന് ചോദിക്കുമ്പോൾ അവരെ SKക്ക് കൊണ്ടുപോകാനാണ് മറ്റു ഡോക്ടേഴ്സ് പോലും പറയുന്നത്. അത്തരത്തിലുള്ള എന്നിട്ട് പോലും അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു അനാസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആരോട് എവിടെയാണ് പറയേണ്ടത്? ഈ പറയുന്ന അഖിലിന്റെ ഭാര്യ പ്രസവിച്ച് 10-30 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ആ ഭാര്യയുടെ അടുത്ത് ഈ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ഒന്നും മരിച്ചതല്ല, അയാളെ ചികിത്സിക്കാതെ കൊന്നിട്ടുള്ളതാണ്. അല്ല, എന്റെ പപ്പയ്ക്ക് അറ്റാക്ക് വന്നിട്ടുള്ളതാണ്, ആന്റിയും ചെയ്തിട്ടുള്ളതാണ്, ഹാർട്ടിന്റെ മേജർ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ പപ്പ ഇപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് അറ്റാക്ക് വരുന്നവരും ചിലവർ മാത്രമാണ് അവർക്ക് മരണമൊക്കെ ആ സമയങ്ങളിൽ ഒന്നാമത്തെ അറ്റാക്ക് രണ്ടാമത്തെ അറ്റാക്കിലൊക്കെ മരിക്കുക. അതല്ലാതെ ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരിക്കലും. എന്തായാലും വേണ്ട രീതിയിലുള്ള ചെയ്യാത്തതിന്റെ പേരിൽ തന്നെയാണ് ഇത് വേണ്ട നടപടികളെല്ലാം എടുക്കുമായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനെ പറ്റിയൊക്കെ ആരോഗ്യമന്ത്രിക്കൊക്കെ എന്താ, കുവൈറ്റ് വരെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് ഇതൊക്കെ മൂക്കിന് താഴെയുള്ളതായിട്ട് SK ഹോസ്പിറ്റലിൽ ഉണ്ടായ ഈ ഒരു 2 പേഷ്യൻസിന്റെ ഈ സംഭവം, ഇന്നലെ നടന്ന സംഭവത്തെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. പോയവർക്ക് പോയി, ഇനിയും എത്രയോ പേര് ഇതുപോലെ പോവാതിരിക്കുന്നു. ഹോസ്പിറ്റലുകാരുടെ പിഴ, ഡോക്ടേഴ്സിന്റെ പിഴ, അനാസ്ഥ, അത് ഇത് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നിത്യേന നടക്കുന്ന ഒരു സംഭവമായി നമ്മുടെ നാട്ടിൽ മാത്രം. അതാണ് ഏറ്റവും സങ്കടം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ. താടിയും പൊട്ടും ടോക്സ്. ബൈ.